നമ്മൾ കൊഹീമ സന്ദർശനത്തിൻ്റെ 2ാം ദിവസം നേരെ ഹോൺബിൽ ഫെസ്റ്റിവൽ കാണാൻ പോവുകയാണ്. അതിൻ്റെ പാർക്കിംഗ് ഏരിയയിൽ നിന്ന് നമുക്ക് ബസ്സുണ്ട്. ഈ ബസ്സിൽ കയറിയിട്ടാണ് പോകുന്നത്. ഇത് ഫ്രീ ആണ്, ഷട്ടിൽ സർവീസാണ്. ഞങ്ങൾ കിസാമ വില്ലയിൽ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. ഞങ്ങൾ അവിടുത്തെ ലൈൻ ബസ്സിൽ കയറി. ഇതിനൊക്കെ ബസ്സുകൾ ഓടിക്കുന്നുണ്ട്. ഫ്രീ ആണിത്. ഇതിൽ കയറി നമുക്ക് എൻ്റെ എൻട്രി പോയിന്റിലെത്താൻ പറ്റും. അത് എൻട്രിയുടെ ഗേറ്റാണിത്. ഇവിടെ നിന്ന് ടിക്കറ്റ് എടുത്തിട്ട് വേണം. 100 രൂപയാണ് ടിക്കറ്റ് റേറ്റ്. കാരണം വൈകി ടിക്കറ്റ് എടുക്കാൻ പോയിരിക്കുകയാണ്. ടിക്കറ്റ് എടുത്തതിന് ശേഷം നേരെ ഞങ്ങൾ അകത്ത് കയറും. ടിക്കറ്റ് എടുത്ത് അകത്ത് കയറിയിരിക്കുകയാണ്. ഓരോരുത്തരോരുത്തരായിട്ട് ഇനി എങ്ങനെ പോവുകയാണ്, അവർ എക്സ്പ്ലോർ ചെയ്യാന്നുള്ളതാണ്. അത്രയേ ഉള്ളൂ. ഇവിടെ കുറേ നടന്നു കാണാനുണ്ട്. ദുബായിലെ ഗ്ലോബൽ വില്ലേജ് പോലെ. ഇച്ചിരി അങ്ങോട്ട് നടന്നു കഴിഞ്ഞാൽ വില്ലയിലെത്തി കഴിയും. ഹാൻഡ്ലൂം ആൻഡ് ക്രാഫ്റ്റ് പവിലിയൻ. ഇവിടെ ഫെസ്റ്റിവലിൻ്റെ വേദി അതാണ് കാണുന്നത്. ഇവിടെ എല്ലാം എക്സിബിഷനൊക്കെയാണ്. ഇത് സെക്കൻഡ് വേൾഡ് വാർ മ്യൂസിയം. ഇവിടെയൊക്കെ പോയിട്ട് നേരെ മുറുങ്കുട സന്ദർശിച്ചിട്ട് ഇങ്ങോട്ട് വരാമെന്നാണ് വിചാരിക്കുന്നത്. നേരെ മുന്നോട്ട് പോയി. ഇവിടുത്തെ ഗോത്രവർഗക്കാരുടെ പരിപാടിയാണ്. ഒരു കുന്തോകട്ടെ പോണ്ട് ഒരു ഡാൻസിന് വേണ്ടി ഒരുങ്ങിയിരിക്കുകയാണ്. അവർ ഒരു ഡാൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അടുത്ത ടീം തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. കലാപ്രകടനം നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രോഗ്രാമാണ്. Ladies and gentlemen, please welcome to the arena the Garo Cultural Troupe. This song narrates rich cultural heritage of the village and embodies the brave traditions and customs of the village. This song today glorifies the rich culture and tradition of the Nagas, which is showcased during the annual Hornbill Festival. It also praises the pioneers of the Hornbill Festival who had vision beyond boundaries and has made it a magnificent and internationally renowned event. This folk song emphasizes on fostering unity among the various and distinct Naga tribes for progress. ceremony is performed to ensure that the vanquished soul remains a slave to the victory, even when the victor was triumphed. Any person who brings out an occasion for such a
regarded and respected by the people, the chief as well as his elders thereof. In the dance, boys and girls standing in alternate position dance in circle. They generally wear colorful dresses while leader is dressed as a warrior.
എതിരാളിയുടെ തല വെട്ടിയെടുത്ത പെണ്ണെ കൊണ്ടു കൊടുക്കുന്നതാണ്. അവരുടെ വിക്ടറി ഡാൻസാണ്. എതിരാളികളെ തല വെട്ടിയിട്ട് അവർ നാട്ടിൽ വരും. നാട്ടിൽ വന്നിട്ട് എല്ലാവരും കൂടെ ചെയ്യുന്ന ഡാൻസാണ് കളിക്കുന്നത്. ഡാൻസ് നാഗ ഫെസ്റ്റിവലിൻ്റെ സൈഡിലോട്ട് കിടക്കുകയാണ്. അപ്പം രണ്ട് സൈഡിലുമായിട്ട് ഓരോരോ ടീമുകളിങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചേക്കുക. ഉടനെ ഒരു പരിപാടി കഴിഞ്ഞാൽ ഉടനെ അവർ കയറിക്കോളും. അങ്ങനെയാണ്. ഇതൊരു ഗോത്രക്കാരാണ്, അതൊന്നറിയാൻ വയ്യ. ഇത് കച്ചാരിയാണ്. ഇത് കണ്ടറിയാം. ഇതറിയത്തില്ല. എല്ലാം പെണ്ണുങ്ങൾ മാത്രമേ ഉള്ളൂ. ഗുസ്തി മത്സരമാണ് നടക്കുന്നത്. സുമി രാജവംശത്തിന്റെ പ്രോഗ്രാമാണ്. രാജവംശം ഞാൻ ഗോത്ര വളർത്താം. ഇവർ എന്തോ ഒരു കയറിണക്കൊരു സാധനമായിട്ട് കറയി കളിക്കുക. എന്നിട്ട് കൂകൂന്ന് ശബ്ദം ഉണ്ടാക്കും ഇവർ. വേണ്ട, ഇത് കറയി കിളികളെ ഒട്ടിക്കുന്ന സാധനമാണ്. അവിടെ കൃഷിസ്ഥലത്ത് കിളികളെ വന്നിരിക്കുമ്പോൾ കിളികളെ ഒട്ടിക്കാൻ വേണ്ടി ഇവർ ചെയ്യുന്ന പരിപാടിയാണത്. ഒരൊറ്റ കാലിൽ ചെന്ന് ഒരാളെ ഇടിച്ചു വീഴ്ത്തണം. ഇതിൽ കളിയാണ്. നമ്മുടെ നാട്ടിലുള്ള കളി തന്നെയാണത്. കാല് തറയിൽ തൊടാൻ പാടില്ല. ഒരു കാല് തറയിൽ തൊടാം, ഒരു കാല് മേലോട്ട് വെച്ചിട്ട് ഇടിക്കണം. തല്ല് കൈകൊണ്ട് തല്ല് വരുന്ന രക്ഷപ്പെട്ടു. കൈകൊണ്ട് തല്ലി വേണ്ടു. അതൊരു ഗെയിമാണ് അവരുടെ. നമ്മുടെ ബലൂൺ ചവിട്ടിപ്പൊട്ടിക്കൽ മത്സരം കണക്ക് ഒരു മത്സരമാണ്. ഗെയിംസാണ് ഇപ്പോൾ ഈ സെക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്ന പരിപാടികൾ. ഗെയിംസാണ്. മൂന്ന് പേരാണ് ഇപ്പോൾ ഉള്ളത് കളത്തിലാകെ. കാല് തറയെ കുത്തുന്ന ഔട്ടാ. മൂന്ന് പേര് എത്ര നേരം ഇവന്മാർ ചെയ്യുമെന്ന് അറിയത്തില്ല. ഒരുത്തം വീണു പോയി. ഇനി രണ്ടുപേര് മാത്രം. മത്സരം അവസാനിച്ചിരിക്കുകയാണ്. രാവിലെ 6 മണിക്കുണ്ട് ഇൻട്രസിറ്റി. അത് പാലക്കാട് നിന്ന് ഏത് വഴിയാണ് പോകുന്നത്? അത് വൈകിട്ട് 6 മണിക്ക്. അതിൽ വേസ്റ്റ് മാസം. ഇന്ന് രാത്രി എന്തെങ്കിലും കിട്ടിയിട്ട് കയറി പോകാനല്ലേ ഈ ബസ് നോക്കി. അടുത്തൊരു രാജവംശക്കാരാണ് വന്നിരിക്കുന്നത്. അവരുടെ പ്രോഗ്രാമാണ് കുന്തോക്കെയായിട്ട്. ഇവരുടെ കളർഫുൾ ഡ്രസ്സാണ് ഇവരുടെ. അതാണ് ഇതാണൊക്കെയുള്ള സാധനം നമുക്ക് കിട്ടത്തില്ല. ശരിയാ, തൊപ്പിയൊക്കെ ഇല്ലേ? റോമാ സാമ്രാജ്യത്തിലെ പടയാളികളാണ് ഇരിക്കുന്നത്. ശരിയാ, ആ കുന്തമൊക്കെ ശരിയാ. ഇത് കൊനിയൊക്കെയല്ലല്ലോ. ഒരേ സ്റ്റെപ്പ് തന്നെ, വെറൈറ്റി ഒന്നുമില്ല. നിങ്ങൾ പോയിട്ട് ഉണ്ടാക്കുന്നല്ല. മോണിയാക്കാരാ 4 എപ്പിന് ബസ്സുണ്ട്. 30 2 മണിക്കുണ്ട്. 2 മണിക്കുള്ളത് നമുക്ക് അല്ല 4 എപ്പിന് എത്തുമോ? ഞാൻ 12 മണിക്കോ
6:02 6:02 6 മണി അതിന് മുന്നേ ബസ്സിലുണ്ടല്ലോ പിന്നെന്താ എടോ 6 മണിക്ക് മൈസൂരിന്ന് നിങ്ങൾ ഇവിടുന്ന് അവിടത്തേക്ക് എത്തണ്ടേ? അത് എത്ര വരും? അവിടെ ഒളിച്ചും പത്തും ആക്രമിക്കാൻ ചെല്ലുകയാണ്. മറ്റവരും അവിടെ നിൽക്കുക പടമാരെ കണക്കാണ് ഒഴിഞ്ഞു പോവുക ഇവരൊളിഞ്ഞ് അവിടെ അവിടെ നിൽക്കുക ആക്രമിക്കാനായിട്ട് ഇല്ല. വഴി ഇരുന്ന് ആക്രമിക്കാൻ നാടകമാണ് സംഭവം. അതിനിടയിൽ ആരെയും വെളിയിട്ടാണ് മിക്കവാറില്ല അവനെ തട്ടും. മറ്റേ കാൽക്കാരൻ ഇപ്പോൾ ഇവന്മാരെ ആക്രമിക്കാനായിട്ട് ഇങ്ങനെ വിട്ടോണ്ടിരിക്കുകയല്ലേ. ഒരുത്ത കുന്തമായിട്ട് നിൽക്കുന്നു ഫ്രണ്ടിൽ, അതുകൊണ്ട് അവിടെ അവന്മാരെ കാണുന്നില്ല. അവന്മാരെങ്കിൽ തിരിച്ചു വന്നു. അവിടെ രക്ഷയില്ല. പറയുന്നു ആള് നിൽക്കൊണ്ട് അവന്മാരെല്ലാം പോകുന്നു. അവൻ നമ്മളെ കണ്ടില്ല. ഇവന്മാരെല്ലാം കൂടെ ആക്രമിക്കാൻ പോവുകയാണ് അപ്പുറത്തെ രാജവംശം. നാടകമാണ്, ഇതൊരു സ്കിറ്റാണ്. അതിന് മുന്നിലുള്ളത് അവന്മാർ ഒളിച്ചും പാത്തും പോന്ന് ഏകദേശം അടുത്തെത്താറായി, അപ്പുറത്ത് അതിർത്തി എത്താറായി. എന്നിട്ട് കിടക്കുകയാണ് മറ്റവർ കാണാതെ കിടക്കുന്നത്. ഒരുത്ത അവിടെ ആകാശത്തോട് നോക്കിക്കൊണ്ടിരിക്കുക കുന്തവും പിടിച്ച്. അവന്മാരെയൊന്നും കാണുന്നില്ല. രണ്ടപ്പുറത്തും ഇപ്പുറത്ത് രണ്ടാമന്മാരുണ്ട് കുന്തവും പിടിച്ച്. ഞാൻ വീഡിയോ എടുക്കുന്നു. ഇതില് 50% കൂടുതൽ അവരാണ്. അതെ ഇവിടെ പുറത്തുനിന്ന് പുറത്തുനിന്ന് ആൾക്കാരില്ല. ഇവര് ആക്രമിക്കാൻ പോയാണ്. അറ്റാക്ക് മറ്റേമാരെ കിടന്നുറങ്ങിയാണ്. രാത്രി ഇരുട്ടിന്റെ മറവിൽ അത്ര തന്നെ ബാക്കി ആളില്ലാത്ത യുദ്ധം നടക്കുകയാണ്. ഗോത്രവർക്കാർ കുത്തി വർത്ത കുത്തി താഴെയിട്ട് കുത്തുകൊണ്ട് ഭയങ്കരമായ ഘോര യുദ്ധം നടക്കുകയാണ് അവിടെ. നമ്മള് പറഞ്ഞില്ലേ ഇവിടെ എന്തെങ്കിലും പ്രശ്നം നടക്കുന്നു. എത്ര പേരെ കുത്തിക്കുന്നു തീർന്നു. തറ കിടക്കുന്നു വീണടക്കുക. എന്നെങ്കിൽ അവന്റെ കാര്യം നേരത്തെ ഓടി തിരിച്ചോടി, എല്ലാവരും തിരിച്ചോടിക്കുക. ആക്രമിക്കാവുന്നവരെ തിരിച്ചോടി. ഇത് അമ്പും വില്ലുമായിട്ടാണ് ഇരിക്കുന്നത്. ഒരുത്തനെ പിടിച്ച് ഒരുത്തനെ പിടികൂടി. ഒരുത്തനെ പിടികൂടി ജീവനോടെ പിടിച്ചിരിക്കുക. അവരെ കൊണ്ടുവരിക. അവനെന്തോ സ്പന്ദനാണ്, അവനെ പിടിച്ചോണ്ടുവരിക. തല പറ്റുമോ? അവന്റെ തല എടുക്കുന്നതായിരിക്കും. ആളുമായിട്ടൊക്കെ അയ്യോ വെട്ടല്ലേ വെട്ടല്ലേ. അവൻ അമ്പും വില്ലായിട്ടിരിക്കുക. അവൻ സറണ്ടറായി ഇരിക്കുക. മറ്റേമാരെ അവിടെ കറങ്ങി നിൽക്കുക. നമ്മളിങ്ങോട്ട് വരാനില്ല. നമ്മൾ അവിടെ തന്നെ നിൽക്കുക. അതിൻ്റെ ഒരുത്തനൊക്കെ ചീത്ത വിളിക്കുന്ന അവിടെ നിന്നിട്ട്. അല്ലാതെ വരുന്നില്ല ധൈര്യത്തിന്. ഒരുത്തൻ തടങ്കിലാക്കി. വീട് കിടക്കുന്നതിന് ചെയ്യുന്നു പൊക്കി എടുത്താൽ ആ ഒരു മാഷിന്ന് രാത്രി കൂട്ടത്തിൽ കയറി കേട്ടോ. മാഷേ പ്രവീൺ മാഷേ രാത്രി ഓർമ്മപ്പെട്ടു. ഇവിടെ നെറ്റ് ടിക്കറ്റ് ഞാൻ നോക്കിയത് 1:40 ബസ് 3:50 എത്തുക. അവിടെ ഒരുത്തനെ കൊല്ലുന്നു. അവിടെ ഒരുത്തനെ പിടിച്ചോണ്ട് പോയി. നമ്മൾ അപ്പുറത്തെ സൈഡിൽ എന്തോ കാര്യം നടക്കുന്നു. ഇവിടുത്തെ ഒരുത്തനെ അപ്പുറത്ത് കിട്ടിയാൽ അവിടെ വൻ നടക്കുക. എത്ര തലക്കടിക്കുന്നു. ഇവിടുന്ന് എത്ര മണിക്കാണ്? Ladies and gentlemen, and now please welcome. നോക്ക് ഇടുന്ന് നോക്കി കാണാം. അല്ല ഇടുന്ന് നോക്കിയാ അവിടെ 2-3 പേരൊക്കെ ഉള്ളു. ഈ ഗ്രൂപ്പില്ല. അവിടെ ഇവിടുത്തെ ഭ്രാന്ത് വേഗം രണ്ടാം
അടുത്ത രാജവംശത്തിൻ്റെ പ്രോഗ്രാമാണ്. അർജുനൻ്റെ ഗ്രൂപ്പ് നമ്മളൊരു ഫ്ലക്സ് ഞാനെടുത്തിന് അവർ ലേറ്റ് ആയതുകൊണ്ട് ഇവിടെയെല്ലാം വെച്ചിട്ടിരിക്കുകയാണ് നമുക്കത് വെച്ചില്ലേ. 2 4 6 15 പേരുണ്ടോ എൻ്റെ ഗ്രൂപ്പിൽ?